ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു തിരക്ക് പിടിച്ച ദിവസത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തത് കൊടുക്കാനുണ്ട്. കുറച്ച് ദിവസം അയക്കേണ്ടത് തന്നിട്ട് അപ്പോൾ നാളെ നീളെ വെച്ചിട്ട് നമ്മളിങ്ങനെ എടുത്ത് വെക്കുമല്ലോ. പിന്നെ അതെല്ലാം അങ്ങനെ മാറ്റി വെച്ചതല്ല, 2 ദിവസം പകൽ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിങ്ങനെ രാവിലെ നോമ്പല്ലേ, അപ്പോൾ രാവിലെ അതിനൊരു ഉഷാറായിട്ടുള്ള ടൈം ഉണ്ടാവും. അപ്പോൾ ആ ടൈം ഒന്ന് അടിക്കാമെന്ന് വെച്ചാൽ അപ്പം കറണ്ട് ഉണ്ടാവില്ല. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ നമുക്ക് പിന്നെ നോമ്പ് ഇറക്കണമൊക്കെ ഉണ്ടാക്കണ തിരക്കും കാര്യമൊക്കെ ആവുമല്ലോ. അപ്പോൾ ഇന്നിത് സ്റ്റിച്ച് ചെയ്തത് കൊടുക്കാനുണ്ട്. പിന്നെ ആണെങ്കിൽ ഒരു കേക്കിൻ്റെ ഓർഡറുണ്ട്. ഇപ്പോൾ നമ്മൾ കേക്കൊക്കെ ചെയ്തിട്ട് കുറച്ചായില്ലേ, അപ്പോൾ കേക്ക് ചെയ്യാനുള്ളൊരു ഇഷ്ടം കൊണ്ട് നോമ്പാണെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. പക്ഷേ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായി കേക്ക് ചെയ്യാൻ നല്ല ക്ഷമ, അല്ലെങ്കിലും നമുക്ക് ക്ഷമ വേണം. പിന്നെ പോരാതെ നമുക്ക് നോമ്പും ക്ഷീണം കൂടെ ആകുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇത് പകുതി ചെയ്ത് വെച്ചപ്പോൾ ഇനി നഴ്സറി പോണ ആളൊന്ന് വിളിച്ചുണർത്തി കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഫുഡൊക്കെ കൊടുത്ത് ഇയാളെ പറഞ്ഞയക്കണം. കണ്ണിന് വാലെഴുതി നിൽക്കാതെ കാണിച്ചു കൊടുക്കേണ്ടത് ആനക്കുട്ടി. അങ്ങനെ പിന്നെ അവൾ നഴ്സറി പോയി. കാരണം ഈ നമുക്ക് തയ്ക്കാനും കേക്കിൻ്റെ വർക്കൊന്നും ഉണ്ടാകുമ്പോൾ അവളുണ്ടായ ഒന്നും ശരിയാവില്ല. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇവിടെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടാവും, പിന്നെ നമ്മൾ എടുക്കാൻ നോക്കുമ്പോൾ അത് എവിടെയും കൊണ്ടുപോയിട്ടുണ്ടാവും. പിന്നെ അവളെ കൊണ്ട് പറ്റുന്നിടത്തോളം ഇവിടെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും ഓരോന്നായിട്ട്. പിന്നെ കേക്കുള്ള ദിവസം തീരെയും പറയണ്ട. കേക്ക് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആളെ ഇഷ്ടത്തിനൊന്ന് ചെന്ന് തുറന്നു നോക്കി അടച്ചു നോക്കി പിന്നെ എനിക്കും സമാധാനം ഉണ്ടാവില്ല. കേക്ക് കയ്യിലിരിക്കുമ്പോൾ അവൾക്ക് തീരെയും സമാധാനം ഉണ്ടാവില്ല. പിന്നെ ഇതൊരു സിമ്പിൾ ടോപ്പാണ് കേട്ടോ. ഇതിനിങ്ങനെ സ്ലീവ് ഇല്ല, സ്ലീവിന് പകരം ഇങ്ങനെ ആ വള്ളി ഇങ്ങനെ ജസ്റ്റ് കെട്ടി കൊടുക്കുന്ന ടൈപ്പായിട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു റെഫറൻസ് പിക്ക് ഉണ്ട്. അപ്പോൾ ഇത് അടിച്ച് വന്നപ്പോൾ ഏകദേശം മെറ്റീരിയലിൻ്റെ ഒരു മാറ്റം ഉണ്ടാവും. അതുപോലൊക്കെ ഞാൻ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ആൾ കൊണ്ടുപോയിട്ട് ഇട്ട് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ ഇനി എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് ഇത് ഇട്ട് നോക്കിയിട്ട് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അങ്ങനെ ഇതവിടെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ കേക്കിൻ്റെ പണിക്ക് നിന്ന് ഇനി ഒരു കഫ്താനും കൂടെ അടിക്കാനുണ്ട്. പക്ഷേ അതൊന്ന് മിക്കവാറും കഴിയുമെന്ന് തോന്നണില്ല. അപ്പോൾ പിന്നെ കറണ്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കി വെക്കാമെന്ന് വെച്ച് ഈ കേക്കിൻ്റെ ഓർഡർ ഇത് രാവിലെയാണ് കേട്ടോ ഈ കേക്കിൻ്റെ ഓർഡർ വന്നത്. ഇന്ന് നോമ്പറന്നതിന് ശേഷം ഒരു 7 മണി ആ ടൈമിൽ കൊടുക്കാനുള്ളതാണ്. ശരിക്കും തലേദിവസം കിട്ടുകയാണെങ്കിൽ എനിക്ക് സ്പഞ്ച് ഉണ്ടാക്കി വെക്കെങ്കിലൊക്കെ ചെയ്യായിരുന്നു രാത്രിയിൽ. പിന്നെ രാവിലെ നേരത്തെ ഒക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ വൈകിട്ടാകുമ്പോഴൊക്കെ റെഡി ആവുമായിരുന്നു. അങ്ങനെ ഇത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പാത്രങ്ങൾ പെട്ടെന്ന് തന്നെ കഴുകി വെച്ചിട്ടില്ലെങ്കിൽ മൊത്തത്തിൽ പണി കിട്ടും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ച് അപ്പോഴേക്കും നമ്മളെ സ്പഞ്ച് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് വിപ്പിംഗ് ക്രീം പുറത്ത് വെച്ചതാണ്, ഫ്രീസറിലായിരുന്നു. അപ്പോൾ അത് അലിയാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ ഇതിന് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാല് തിളപ്പിച്ച് വെച്ചതാണ്. അത് നെട്ടി ബബിളാണ് കേക്ക്, അപ്പോൾ കാരണം പാലിൽ വെറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ്. പിന്നെ മല്ലിയില അവിടെ തന്നെ വെച്ചിട്ടുള്ളത്. അത് ഞാൻ കൊടുന്നപ്പോൾ തന്നെ അതിൻ്റെ വേരൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ അങ്ങനെ വെള്ളം ഊറ്റാൻ വേണ്ടിയിട്ട് വെക്കും. അതിന് ശേഷം ഒരു സിപ്ലോ ബാഗിൽ നമ്മളാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് അപ്പം എടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് കഴുകിയിട്ട് എടുക്കാം. അപ്പോൾ ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത പണിയെന്ന് വെച്ചാൽ നമ്മളെ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്ത് വെക്കണം. കാരണം ഇപ്പോൾ തന്നെ സമയം ഉച്ച ആയിക്കണേ. ഇത് ഒന്ന് സെറ്റായിട്ടൊക്കെ ഇരിക്കണമല്ലോ ഫ്രിഡ്ജിൽ, എന്നെങ്കിലല്ലേ കേക്കിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ ക്രീം ബീറ്റ് ചെയ്ത് വെച്ചപ്പോൾ തന്നെ വേഗം ഇത് കേക്ക് ക്രം കോട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് വെച്ച് കൊടുത്തിട്ടുള്ള ഇതിൻ്റെ സെൻട്രലത്തെ ഭാഗം കട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ നട്ടി ബബിൾ ആയതുകൊണ്ട് തന്നെ ബൂസ്റ്റ് വേണം, അപ്പോൾ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നട്ട്സ്, കാഷ്യൂ, ബദാം, പിന്നെ വൈറ്റ് ചോക്കോ ചിപ്സ്, ബ്ലാക്ക് ചോക്കോ ചിപ്സ്, ചെറിയും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ക്രം കോട്ട് ചെയ്ത് വെക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇങ്ങനെ ഈ ലെയറിലൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ക്രീം വെച്ചിട്ട് നമ്മൾ ക്രം കോട്ട് ചെയ്യുമ്പോൾ തന്നെ അതൊക്കെ ഫില്ലാക്കി കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യേണ്ട സമയത്ത് ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ മെനക്കെടേണ്ടി വരില്ല, അധികം സമയം എടുക്കേണ്ടില്ല. അപ്പോൾ ഇത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് ഇനി അപ്പോൾ പരന്ന പാത്രങ്ങൾ ക്രീമിൻ്റെയും പിന്നെ നമ്മൾ ബേക്ക് ചെയ്ത മോൾഡും ഒക്കെ അപ്പോൾ തന്നെ കഴുകി വെക്കുന്നുണ്ട്. പിന്നെ ചിക്കന് നമുക്ക് നോമ്പറക്കുമ്പോൾ ഉണ്ടാക്കാനുള്ള ചിക്കൻ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കന് ഇതുപോലെ തന്നെ ഞാനിങ്ങനെ ഓരോ സിപ്ലോക്ക് ബാഗിലാക്കി വെച്ചിരിക്കുകയാണ്. 2 ചിക്കൻ വാങ്ങിയതായിരുന്നു. അത് നമുക്ക് മാക്സിമം എത്രയൊക്കെ കവറിലാക്കി വെക്കാൻ പറ്റും അത്രത്തോടെ കവറിലാക്കി വെച്ചതാണ്. അതിലത്തെ ഒരു കവർ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി കേക്ക് ഫിനിഷ് ചെയ്യലൊക്കെ നിൽക്കുന്നത് വൈകിട്ടാണ്. ഒരു 4 മണിക്ക് ശേഷം കിച്ചണിലേക്ക് വന്നതാണ്. കാരണം ഇത് ഫിനിഷ് ചെയ്തിട്ട് വെച്ചിട്ട് പിന്നെ നമ്മളെ നോമ്പറക്കാനുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ വിശന്നിട്ട് കണ്ണ് കാണൂല എന്ന് പറഞ്ഞ പോലെ ഇത് ഏകദേശം നമ്മൾക്ക് ആ ക്ഷീണത്തിൻ്റെ ടൈം ആയിക്കണമല്ലോ. 4 മണിയൊക്കെ ടൈം കഴിഞ്ഞില്ലേ. അപ്പോൾ ഇത് ഞാൻ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ എനിക്കിത് നല്ല ഫിനിഷ് ആയിക്കണമെന്നൊക്കെയാണ് തോന്നിയത്. പക്ഷേ ഞാനിതിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ഇവിടെയൊക്കെ കയറി ഇറക്കമൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. പിന്നെ നട്ടി ബബിൾ ആയതുകൊണ്ട് തന്നെ
അത് നന്നായി. കാരണം നമുക്ക് അധികം നല്ല ഫിനിഷ് ആവുമൊന്നും വേണ്ടല്ലോ, കേക്കിന് ഷാർപ്പ് എഡ്ജും ഇതൊന്നും വരണ്ടല്ലോ. ഇതിപ്പോൾ കറണ്ട് പോയതാണ്. അങ്ങനെ എന്തായാലും ഒരുവിധം സെറ്റാക്കിയിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ബോർഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഫസ്റ്റ് തന്നെ നിൽക്കുന്നത് ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാനാണ്, കസ്റ്റാർഡ് സാലഡ് ഉണ്ടാക്കാനാണ്. കാരണം അതാകുമ്പോൾ പിന്നെ വേറെ ജ്യൂസും വേണ്ട, ഫ്രൂട്ട്സ് കട്ട് ചെയ്യും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൽ കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുത്തിരുന്നു. പിന്നെ ഇവിടെ ഉള്ള എല്ലാ ഫ്രൂട്ട്സിനും കുറച്ച് ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് പിന്നെ അടുത്ത് ചെയ്ത് വെക്കുന്നത് വെള്ളം. അപ്പോൾ എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ആ നാരങ്ങ വെള്ളം കുടിച്ചാലാണ് ആ ദാഹം തീരുന്നതെന്നുള്ള ആ ഒരു തോന്നലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാരങ്ങ വെള്ളമാണ്. ഇതിൽ കുറച്ച് നന്നാരി കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഒന്നും പൊരിക്കരി ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചതാണ്. എന്നാലും ആ ടൈം വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെറുതെങ്കിലും ഒന്ന് ഉണ്ടാക്കണമെന്ന് തോന്നിയപ്പോൾ എളുപ്പമുള്ളത് ഇപ്പോൾ പക്കോട അല്ലേ വിചാരിച്ചിട്ട് പക്കോടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല, സവാള ഇതൊക്കെ പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് ഇങ്ങനെ കുഴച്ചതിന് ശേഷം പിന്നെ ഇത് ബജി ബോണ്ടയുടെ ഒക്കെ മാവുണ്ടല്ലോ, പൊടി ഉണ്ടല്ലോ, അത് ചേർത്തിട്ടാണ്. അതാകുമ്പോൾ പിന്നെ വേറെ പണിയൊന്നുമില്ല, ഉപ്പ് പോലും ചേർക്കണ്ട. അതും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് കുറച്ച് നല്ല കട്ടിയിൽ ഇതാക്കരുത്, കുറച്ച് വെള്ളം പോലെ ആയിട്ടാണെങ്കിൽ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയ പോലെ ആയിട്ടാണെങ്കിൽ നല്ല ക്രിസ്പിയാവും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പെട്ടെന്ന് കഴിയുകയും ചെയ്യും. ആകെ ഒരു സവാള എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ ഈ ചട്ടി കാണുമ്പോൾ ഉമ്മ എപ്പോഴും വരുമ്പോൾ പറയും ഇത് എടുത്തെടുത്ത് കൊണ്ടു കൊടുക്കാനയക്കണമെന്ന്, കാരണം ഒഴിവാക്കാനയക്കണമെന്ന്. ഇത് വീട് താമസത്തിന് മേടിച്ചൊരു ചട്ടിയാണ്, പക്ഷേ ഇത് ചെറുതാണ്. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഫ്രൈ ആക്കാൻ ഈ ചട്ടീന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ, കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. കുറച്ച് കുഴിയുള്ളതായ കാരണം ഇവിടെ വേറെ ചട്ടി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ വേറെ ഉണ്ട്, അതൊക്കെ പരന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഒഴിവാക്കാത്തത്. അങ്ങനെ പക്കവട റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇനി ഞാൻ ചോറാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറും മസാല ഷവായാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അതാകുമ്പോൾ പിന്നെ എളുപ്പം കഴിയുമല്ലോ. അപ്പോൾ ഏകദേശം ഇപ്പോൾ ബാങ്ക് കൊടുക്കാൻ ഒരു 10-15 മിനിറ്റ് ആയ കാരണം പിന്നെ ഞാൻ അതിനൊന്നും നിന്നില്ല, വേഗം ഇതൊക്കെ കൊടുന്ന് വെക്കാനൊക്കെ നിന്ന്. പിന്നെ നോമ്പില്ലാത്ത ഒരാൾ വേഗം ബാങ്ക് കൊടുക്കണം മുന്നേ നോമ്പറക്കലൊക്കെ അവിടെ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ നോമ്പറന്നതിന് ശേഷം ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് വാങ്ങാൻ വരുമെന്ന് പറഞ്ഞപ്പോൾ ഇത് ഫിനിഷ് ചെയ്യാനുണ്ടല്ലോ, നട്ട്സൊക്കെ വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമ്മൾ സാധാരണ നട്ടി ബബിളിൽ ചെയ്യുന്ന ആ ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഈ നട്ട്സൊക്കെ ഇങ്ങനെ കൈ വെച്ചിട്ട് പറ്റിക്കുമ്പോൾ മോന് പറയണ്ടായിരുന്നേ, അതിങ്ങനെ എറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അവൻ്റെ ഭാഗത്തിട്ട് ഞാൻ കുറേ എറിഞ്ഞപ്പോൾ കുറേ ഇതിൻ്റെ മുകളിലും താഴേക്കൊക്കെ പോയി. അപ്പോൾ താഴേക്ക് പോയതൊക്കെ അവന് തിന്ന് സഹായിക്കുന്നുണ്ട് എന്നെ. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് രണ്ടും കൂടെ വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ ഉണ്ട്. ഇതിങ്ങനെ പിന്നെ ഈ ബദം പിന്നെ അതുപോലെ തന്നെ കാഷ്യൂനട്ടൊന്നും ഇങ്ങനെ എറിഞ്ഞപ്പോൾ നിൽക്കണില്ല. അപ്പോൾ ഞങ്ങൾ അതിങ്ങനെ ഒട്ടിച്ച പോലെ ഇങ്ങനെ ഓരോ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെറിയൊക്കെ. എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ബൂസ്റ്റ് വെച്ചിട്ടുള്ള ആ ഡെക്കറേഷനും വൈറ്റ് ചോക്ലേറ്റിൻ്റെ ആ ബബിൾസും കൂടെ ആക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിന്നെ ഫോണ്ടൻറ്റിലാണ് നെയിം എഴുതുന്നത്. ഫോണ്ടൻറ്റ് പരത്തിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കളർ വെച്ചിട്ട് എഴുതുമല്ലോ, ജെൽ കളർ വെച്ചിട്ട് ബ്രഷ് വെച്ചിട്ട്, അങ്ങനെയാണ് ഹാപ്പി ബർത്ത്ഡേ നെയിമും കൂടെ എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെ പിന്നെ ഇത് കൊണ്ടുപോയി. അപ്പോൾ പിന്നെ പകുതി സമാധാനമായി. ഇനി ഫുഡ് ഉണ്ടാക്കണം. ഇത് പിന്നെ ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്, കാരണം ഇവിടെ നേരെ വൈകിട്ടാണ് ഫുഡ് കഴിക്കുക. എന്തായാലും 10 മണി 10:30 ആവും. നമ്മൾ ഇപ്പോൾ ചായ കടിയാണെങ്കിലും ആ ടൈമിൽ തന്നെ കഴിക്കുള്ളൂ, ചോറാണെങ്കിലും. അപ്പോൾ ഇത് മസാല ഷവായ്ക്കുള്ള സാധനങ്ങളൊക്കെ കൂടെ മിക്സിയിലിട്ടിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്താൽ മതിയല്ലോ, കാരണം നമ്മൾ ചിക്കൻ കറി പോലെ വഴറ്റാനൊന്നും കാത്തു നിൽക്കണ്ടല്ലോ. അപ്പോൾ അത് അരച്ച് വരുമ്പോഴേക്ക് ഞാൻ ഇതിൽ കുറച്ച് ലെമൺ ജ്യൂസും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇതാക്കുന്നുണ്ട്. പിന്നെ ഇത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇപ്പോൾ ഇടുന്നത് ചിക്കൻ മസാലയാണ്. അപ്പോൾ 2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയപ്പോഴില്ലേ മീറ്റ് മസാലയുടെ 10 രൂപയുടെ ഒരു പാക്കറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇതിനേക്കാളും ഇഷ്ടമായത് അതാണ് കേട്ടോ. എന്നിട്ട് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് കുഴച്ചിട്ട് കുക്കറിലിട്ട് 2 വിസിൽ വരിക. അങ്ങനെ അതവിടെ ഇരുന്ന് വിസിൽ വരട്ടെ. അപ്പോൾ നമുക്ക് ഗീ റൈസ് റെഡിയാക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയായിട്ട് ഉണ്ടാക്കിയില്ല. എനിക്ക് ആദ്യം കുക്കറിലൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് തീരെ ഇഷ്ടമല്ല ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഇങ്ങനെ നമ്മൾ ആദ്യം തന്നെ എത്രയാണോ അരി, ഇപ്പോൾ ഇത് 1.5 ഗ്ലാസ് എടുത്തിക്കണം. അപ്പോൾ 1.5 ഗ്ലാസ് അരി കഴുകിയിട്ട് ഒരു കൊട്ടയിൽ ഊറ്റി വെക്കും. എന്നിട്ട് 3 ഗ്ലാസ് അതിൻ്റെ ഡബിളായിട്ടുള്ള വെള്ളം അപ്പുറത്ത് തിളപ്പിച്ചിടും, ചൂടാക്കിയിടും. എന്നിട്ട് നമ്മൾ പിന്നെ സവാള നെയ്യിലും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് വഴറ്റിയിട്ട് അതിൽ കരിയിട്ട് വറുത്തതിന് ശേഷം വെള്ളം ഒഴിക്കും. അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മളെ ഷവായയുടെ ചിക്കന് 2 വിസിൽ വന്ന് കുക്കർ തുറന്നിട്ട് പിന്നെ ഫ്രൈ പാനിലേക്ക് മാറ്റിയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അധികം വറ്റിച്ചിട്ടില്ല, അതൊരു ഇത്രയും ഗ്രേവിയിലാണ് വറ്റിച്ചത്. കാരണം നമുക്ക് ഇത് റൈസിൻ്റെ കൂടായ കാരണം കുറച്ച് ഗ്രേവി ഉണ്ടായിക്കോട്ടെ വിചാരിച്ചു. ഇത്രയൊക്കെ ഗ്രേവി വേണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലാണ്. അപ്പോൾ എന്തായാലും ഈ ഫുഡ് കഴിക്കലോട് കൂടി ഇന്നത്തെ ഡേ ആണ്ട് അവസാനിപ്പിക്കാൻ വിചാരിച്ച പോലെ എളുപ്പമല്ല കേട്ടോ ഈ വീഡിയോ എടുക്കലും ഇതുണ്ടാക്കലും കൂടെ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രം ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഉണ്ടാവുള്ളൂ. കാരണം ഇത് കുറച്ച് പനിയാണ്. എന്തായാലും അവസാനം വരെ ഇത് കണ്ടിട്ടുള്ളവരൊരു ഹാർട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ മനസ്സിലാക്കുന്നത് ആരൊക്കെ അവസാനം വരെ കണ്ടു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.